വിവാദ നായികയായ ഹണി റോസ് ഒരു ഷോപ്പിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി കഴിഞ്ഞ ദിവസം ഷാർജയിലെ അബുഷാഗര എന്ന സ്ഥലത്തെത്തുകയുണ്ടായി. ഗുഡ് ഈവനിങ്. ചാനലുകാർക്ക് ഇന്റർവ്യൂ കൊടുത്ത് മടുത്തു, അതുകൊണ്ടാണ് സ്വല്പം വൈകിയത്. സമീപകാലത്ത് ഒരു സെലിബ്രിറ്റിക്കും ഒരിടത്തും ലഭിച്ചിട്ടില്ലാത്തതുപോലെയുള്ള വൻ ജനക്കൂട്ടമായിരുന്നു അവിടെ ഹണി റോസിനെ കാത്തു നിന്നിരുന്നത്. ആരാധകരെ കണ്ട എല്ലാവർക്കും എന്നെ മതി. ഒരുപക്ഷെ കേരളത്തിലോ വിദേശത്തോ മുൻപ് എപ്പോഴെങ്കിലും ഹണി റോസിന് ഇത്തരത്തിലുള്ളൊരു ക്രൗഡ് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ പോലും സംശയമുണ്ട്. ഇതെന്ത് മറിമായും എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ. ജനങ്ങളുടെ നടുവിലേക്ക് ഇറങ്ങി വന്ന ഹണി റോസിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞൊരു സംഭവം ഉണ്ടായി. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവട്ടമാ. ഈ വന്നുകൂടിയ ആൾക്കാർ ഹണി റോസ് കരുതിയിരുന്നത് പോലെ തന്റെ സൗന്ദര്യം ആസ്വദിക്കുവാൻ എത്തിയവർ ആയിരുന്നില്ല. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. ഹണി റോസിന് ജീവിതത്തിൽ ഒരിക്കലും മറക്കുവാൻ കഴിയാത്ത ഒരുതരം വ്യത്യസ്തതയുള്ള അനുഭവം പകർന്നു കൊടുത്തിട്ടാണ് ആരാധകർ പിന്തിരിഞ്ഞത്. എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ പറയണം. ജനം എങ്ങനെയാണ് ചിന്തിക്കുന്നത്, എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളത് ഹണിയെ ബോധ്യപ്പെടുത്തി കൊടുക്കുവാൻ അവർക്ക് കഴിഞ്ഞു. എന്റെ ഉദ്ദേശങ്ങളൊന്നും പഴയതുപോലെ ഫലിക്കുന്നില്ലല്ലോ. ആരെല്ലാം തിരുത്തലുകൾക്ക് തന്നെ വിധേയാക്കുവാൻ ശ്രമിച്ചാലും അതിനെ അംഗീകരിക്കുവാൻ ഒരിക്കലും ഹണി റോസ് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഹണി റോസ് സ്വയം കുഴിച്ച കുഴിയിലേക്ക് വീണ് ഇല്ലാതെയാകുവാൻ പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിലും നീയൊന്നും എന്നെ അർഹിക്കുന്നില്ലടാ. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി. സബ്സ്ക്രൈബ് ചെയ്യണോന്നില്ല കണ്ട.